രവി ബസൂർ ഈ പേര് പെട്ടെന്ന് നമുക്ക് ക്ലിക്കായത് മലയാളികൾക്ക് KGF 1-2 എന്തോ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് രവി ബസൂറാണ്. ഒരു രക്ഷയില്ല. KGF 1-നെ കാട്ടി എനിക്കൊന്ന് ഡബിൾ സ്ട്രോങ് ആയിരുന്നു KGF 2. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് തന്നെ ഇപ്പോൾ യാഷൻ്റെ ആ കഥാപാത്രമൊക്കെ ഇങ്ങനെ റോക്കി പയൊക്കെ ഇങ്ങനെ തീ തുപ്പുന്ന പോലെ നിന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം സലാർ ചെയ്തു. ഒരുപാട് ഹിന്ദിയും എല്ലാ ഭാഷകളിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ പറഞ്ഞ പോലെ സോങ്സും ഒക്കെ ചെയ്യുന്ന ആളാണ് രവി ബസൂർ. അതോടൊപ്പം മാർക്കോ ചെയ്തു, സലാർ ചെയ്തു, മാർക്കോ ചെയ്തു, ഒരുപാട് സിനിമകൾ ചെയ്തു, മാർക്കോ ചെയ്തു. ഇപ്പം നാണ്ട് ഏറ്റവും പുത്ത സിനിമ നമ്മുടെ കാട്ടാളൻ, അതിനകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ രവി ബസൂറാണ്. അതിനകത്ത് 2-3 തീം സെലക്ട് ചെയ്ത ശേഷം ഫൈനലൈസ് ചെയ്തേക്കുന്നത് ഒരെണ്ണമാണ്. അത്രയും കഷ്ടപ്പെട്ടാണ് രവി ബസൂർ ചെയ്തേക്കുന്നത്. നല്ല കിഡിലനായിരിക്കും. കാരണം വളരെ ഒരു വൈൽഡ് മ്യൂസിക്കും ഒക്കെ വരുന്നൊരു കക്ഷിയാണ്. പ്രത്യേകിച്ച് ആക്ഷൻ പടമാണെങ്കിൽ രവി ബസൂർ മിന്നിക്കും എന്നുള്ളത് സംശയം വേണ്ട. പിന്നെ ഇതിൻ്റെ ഷെരീഫ് മുഹമ്മദ് നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറയുന്നെങ്കിലും ഇദ്ദേഹത്തിന് ഇൻ്റർവ്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആരാധനയായിട്ട് മാറുകയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർ വേണം നമുക്ക് മലയാളത്തിൽ നമുക്ക് തോന്നിപ്പോകും. കാരണം ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ. ഇപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു, ഐമാക്സിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് അത് ഐമാക്സിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അടുത്ത സിനിമകളിൽ തന്നെ വരും. അനിരുദ്ധിനെ ആദ്യമായിട്ട് മലയാളത്തിൽ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരു ഇതുമില്ല. നമുക്ക് പടം നല്ല റിച്ച് ആക്കി എടുക്കണം. ആ സംവിധാനം എന്താണോ ആഗ്രഹിക്കുന്നത് അത് യുവസംവിധാനം. ഇപ്പോൾ ഇതിനകത്ത് പോൾ ജോർജ് എന്ന് പറയുന്നത് യുവസംവിധാനം, ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമയിൽ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുന്നു. അന്നേരം അതിനകത്തൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. അന്നേരം രവി ബസൂറിനെ പോലുള്ള ആൾ കയറി വരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിൻ്റെ സോങ്സ് ഒക്കെ ചെയ്യാൻ കയറി വരുന്നു. അന്നേരം അടിപൊളിയായിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ളത് സംശയമില്ല. പിന്നെ കഥയും കാര്യങ്ങളും എല്ലാം ഒത്തുവരുവാകുമ്പോഴാണ് സിനിമ ഗംഭീരമാകുന്നത്. എന്തായാലും മെയ് 27 റിലീസാണ്. രവി ബസൂറിൻ്റെ മറ്റൊരു മാജിക്കിനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും കാത്തിരിക്കാം.